പരിപാടി ലൈബ്രറി കൗൺസിലിൻ്റെ എല്ലാ വായനശാലകളിലും ഇപ്പോൾ തുടർന്ന് നടന്നു വരികയാണ്. ഓരോ വായനശാലകളിലും കവിതയായാലും നാടകമായാലും അതുപോലെ തന്നെ നോവൽ, കവിതാ സാഹിത്യകൃതികൾ എടുത്തുകൊണ്ട് വിവിധ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കുറുപ്പിൻ്റെ കവിതയാണ് ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന് പറയുന്ന പുസ്തകം. നമുക്കെല്ലാം അറിയാം ആരാണ് ONV എന്നുള്ളത്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന് പറയുന്ന കവി കവിതകളിലൂടെ സാഗരങ്ങളെ പോലും പാടി ഉണർത്തിയ കവിയാണ്, നമുക്കറിയാം. നിരവധി സിനിമാ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നമ്മുടെ നാവിൻ തുമ്പത്ത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന നിരവധി സിനിമാ പാട്ടുകളുണ്ട്, നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി കഴിയും. നാടക ഗാനങ്ങളുണ്ട്, പറയാൻ പറ്റുമോ? നിരവധി നാടക ഗാനങ്ങളുണ്ട് ONVയുടേതായിട്ട്. 1000-ലധികം സിനിമാ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. പ്രശസ്തമായിട്ടുള്ള സിനിമകളിലടക്കം അദ്ദേഹത്തിൻ്റെ പാട്ടുകളുണ്ട്. ഏതൊക്കെ നാടക ഗാനങ്ങളാണ്? ഒന്നും ഓർമ്മയില്ല. ഏതെല്ലാം നാടക ഗാനങ്ങൾ? പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, അല്ലേ? അതാന്ന് ഓർമ്മയില്ല. പിന്നെ വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ, അല്ലേ? ആ ഒരു പാട്ട്. അതുപോലെ തന്നെ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ എല്ലാവരുടെയും നാവിൻ തുമ്പിൽ കത്തിക്കളിക്കുന്ന ഒട്ടനവധി സിനിമാ പാട്ടായാലും നാടക ഗാനങ്ങൾ എഴുതിയിട്ടുള്ള കവിയാണ് ONV കുറുപ്പ്. വളരെ ലളിതമായ ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം. അതേപോലെ തന്നെ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. സിനിമാ പാട്ടിലേക്ക് വന്നാൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാടു നീ, അല്ലേ? അതേപോലെ തന്നെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ, അല്ലേ? ഇപ്പം എല്ലാവരും പറയുന്നൊരു വാക്കാണ് എന്താ? ഐ മിസ് യു. അപ്പോൾ കവി പണ്ടേ അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി എന്ന് കവി പണ്ടേ പാടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. അപ്പോൾ പ്രസിദ്ധമായ എല്ലാ സിനിമാ പാട്ടുകളിലും അല്ലെ സിനിമകളിലും അദ്ദേഹത്തിൻ്റെതായ പാട്ടുകൾ നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഉണ്ട്. അതുപോലെ തന്നെ നിരവധി കവിതകൾ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. കൂടിയ, അല്ലേ? ആ പാട്ട് പാടാത്തവരാരുമില്ല. അപ്പൊ അങ്ങനെ നിരവധി സിനിമാ ഗാനങ്ങൾ അതേപോലെ തന്നെ കവിതകൾ സമ്മാനിച്ചിട്ടുള്ള കവിയാണ് ONV കുറുപ്പ്. അതുകൊണ്ട് തന്നെ കവി ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന്, ആരെയും ഭാവഗായകനാക്കിയിട്ടുള്ള കവിയാണ് ONV കുറുപ്പ്. 2, മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കാവ്യസൂര്യനാണ് അദ്ദേഹം. ഭാഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, ഭാഷയെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കവിയാണ് ONV കുറുപ്പ്. അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത തോന്നിയാക്ഷരങ്ങളുടെ കവിയാണ് ONV കുറുപ്പ് എന്ന് പറയാറുണ്ട്. അദ്ദേഹം വിപ്ലവം ചൊല്ലുകയും വേദനകൾ പാടുകയും ജീവിതം എഴുതുകയും ചെയ്ത കവിയാണ് എന്ന് പറയാറുണ്ട്. സാധാരണക്കാരന് വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതിയിട്ടുള്ള കവിയാണ് അദ്ദേഹം എന്ന് പറയാറുണ്ട്. അധ്വാനിക്കുന്നവന്റെ കവിയാണ് ONV കുറുപ്പ് എന്ന് പറയാറുണ്ട്. നമുക്കെല്ലാം അറിയാം, അമ്മ എന്ന കവിത എല്ലാവരും കേട്ടിട്ടുണ്ട്. കാസറ്റുകളുടെ കാലം. എപ്പോഴാണ് കാസറ്റുകളുടെ കാലം തുടങ്ങുന്നത്? മധുസൂദനൻ നായർ, അതുപോലെ തന്നെ ONV കുറുപ്പ്, സുഗതകുമാരിയുടെ ഒക്കെ കവിതകൾ ഇങ്ങനെ ടാപ്പ് റെക്കോർഡർ കേട്ടിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എവിടെ പരിപാടി വെച്ചാലും അവിടെ കവിതകൾ വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴതെല്ലാം പോയി. ഇപ്പോഴെല്ലാം അടിപൊളി പാട്ടുകളുടെ കാലം. അപ്പോൾ അവിടെ കേട്ടിരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് പ്രധാനപ്പെട്ടുള്ള അമ്മ എന്ന് പറയുന്ന കവിത.
ONV കുറുപ്പിന്റെ അമ്മ എന്ന് പറയുന്ന കവിത. അദ്ദേഹം യൂഗോസ്ലാവിയ സന്ദർശന സമയത്ത് അവിടെ കണ്ടിട്ടുള്ള ഒരു പ്രതിമയും ആ പ്രതിമയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള കവിത ആർക്കറിയാം? 9 പേരവർ കൽപ്പണിക്കാ ഒരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമ 9 ഒന്നിച്ചു പാടിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഇങ്ങനെ പാടിയിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു, ഏതു മണ്ണിലും ഞാൻ മടയ്ക്കുന്നു. മണ്ണളന്നു തിരിച്ചു കൊല്ലാട്ടി മന്നരായി മതിച്ചവർക്കായി ഇന്നു കണ്ടേനാ പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്നൊരാ ചന്തപോലുന്നൊരാ വലം കയ്യും ഞെട്ടിൽ നിന്ന് പാൽത്തുള്ളികളൂറും മട്ടിലുള്ളൊരാ നഗ്നമാറും കണ്ടുണർന്നെൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നർത്തു നിൽക്കുന്നു. അധ്വാനിക്കുന്നവന്റെ മാതൃത്വത്തിന്റെ ഒക്കെ കവിയാണ് ONV കുറുപ്പ് എന്ന് പറയാറുണ്ട്. അദ്ദേഹം 1984 ഭൂ പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. ഇതിന്റെ ഏകദേശം 40ഓളം പതിപ്പുകൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 84 ഇറങ്ങിയിട്ടുള്ള ഈ പുസ്തകത്തിൽ ഏകദേശം 29ഓളം കവിതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഭൂമിക്ക് ഒരു ചലനം. അപ്പൊ ഓരോ കവിതയും ഞാൻ പരിചയപ്പെടുത്താണ്. ഇതിലെ കവിത തന്നെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു കവിയായി മാറിയെന്നുള്ളത്. അദ്ദേഹം തന്നെ എൻ്റെ കവിതയെ കുറിച്ച് പറയുന്നുണ്ട്. ഏകാന്തതയുടെ അമാവാസിയിൽ എൻ്റെ ബാല്യത്തിന് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത. ഇത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ അങ്ങനെ വായിക്കുന്നത്. കുട്ടികൾ പറയും കിളിക്ക് അതിൻ്റെ കൂട്ടിൽ രാത്രികാലത്ത് വെളിച്ചമാകുന്നത് മിന്നാമിനുങ്ങാണെന്ന്. എനിക്കാവട്ടെ അത് കവിതയായിരുന്നു. കിഴക്കോട്ട് കിതച്ചു പോയൊരു തീവണ്ടിയിലിരുന്ന് കൈവീശി എന്നേക്കുമായി യാത്ര പറഞ്ഞു മറഞ്ഞ അച്ഛനായിരുന്നു മലയാളത്തിലും ദേവനാഗരിയിലും ഹരിശ്രീ എഴുതി പഠിപ്പിച്ച എൻ്റെ ആദ്യത്തെ ഗുരു. ഉരുവിട്ട് നടക്കുന്നത് ഒരു ലഹരിയായിരുന്നു. ലഹരിയായി തോന്നിച്ച കുറേ പദ്യങ്ങളും ചൊല്ലി പഠിപ്പിച്ചു. അതുമാത്രം. അപ്പോഴേക്കും ഗുരു അരങ്ങൊഴിഞ്ഞു പോയി. പൊന്നു വയ്ക്കേണ്ടിടത്ത് പൂ വയ്ക്കും പോലെ മനസ്സിൽ ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ചു വെച്ചത് കവിതയെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അതേ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഏത് കുഞ്ഞു ചെടിക്കും ഒരു വക ഋതുബോധമുണ്ട്. പൂക്കുന്നതും കായ്ക്കുന്നതും ഇല കൊഴിഞ്ഞു നിന്ന് വിറയ്ക്കുന്നതും വീണ്ടും തളിർക്കുന്നതും സ്വയം നെയ്തു വിടർത്തുന്ന പച്ചപ്പുടവ അണിഞ്ഞേൽക്കുന്ന ആഹ്ലാദിക്കുന്നതുമെല്ലാം ചെടിയുടെ മാറി മാറി വരുന്ന ഋതുക്കളോടുള്ള പ്രതികരണമാണ്. ഇങ്ങനെ അദ്ദേഹം ആമുഖത്തിൽ അദ്ദേഹം കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലെ വാചകം പറയുന്നു, ഇന്ന് നാം ഉറങ്ങുന്നത് പോലും ഏറ്റവും വലിയ ദുരന്ത സ്വപ്നം കണ്ടുകൊണ്ടാണ്. കവി മുന്നേ പറയുകയാണ്, ഈ പുതിയ കാലത്തെക്കുറിച്ച് മുന്നേ പറയാൻ വേണ്ടിയിട്ട് കവിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. സർവം സഹ പോലും സഹികെട്ട് നിൽക്കുന്ന സർവസംഹാരാത്മകമായ പ്രവണതകൾ. ഒരു മരം വെട്ടി വീഴ്ത്തുന്നതിലും ഒരു ബോംബ് പൊട്ടിക്കുന്നതിലും അതിനെ പേടിപ്പെടുത്തുന്ന മുഴക്കമുണ്ട്. ഒരു ശിശുവിനെ പട്ടിണി മരണത്തിലേക്ക് തള്ളി വീഴ്ത്തുമ്പോൾ, ഒരു കന്യകയുടെ വിലപ്പെട്ടതെല്ലാം അപഹരിച്ച് അവളെ തെരുവിലേക്ക് എറിയുമ്പോൾ, ഒരു കൊച്ചു മൺകൂര അതിൽ ഉറങ്ങിക്കിടക്കുന്നവരടക്കം ചുട്ടരിക്കുമ്പോൾ, മതവിദ്വേഷത്തിൻ്റെ വിഷന്തി ഇന്ത്യ ഒരു ജനപദമാകെ മരണത്തിന് വിരുന്നൊരുക്കുമ്പോൾ ഒരു മഹാദുരന്തത്തിൻ്റെ വിത്തുകൾ പല വഴിക്കും പൊട്ടിത്തെറിച്ച് വീഴുക മാത്രമാണ്. അപ്പോൾ അവൾക്ക് ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിത വായിച്ചാൽ എന്താണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലെ ഒന്നാമത്തെ കവിതയാണ്, ഈ പുസ്തകത്തിലെ ഒന്നാമത്തെ കവിതയാണ് സൂര്യഗീതം എന്ന് പറയുന്ന കവിത. അതിൻ്റെ കുറച്ച് വരികൾ ഞാൻ പരിചയപ്പെടുത്താം, കൂടുതൽ വായിക്കേണ്ടത് കേൾക്കുന്നവരാണ്. സൂര്യഗീതം. സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി, സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി,
മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരു ഇത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഇച്ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. പൂവുകൾ അടിവെച്ചു പുഴകളിൽ നീരാടി പുളിനഹരിതങ്ങളിൽ തളികകൾ നിറച്ച് കിളിമൊഴികളാൽ സ്വരഗതികൾ ഉരുവിട്ട് കുളിരിന്റെ കുടമൂതി തെങ്ങിന്റെ തിരുജടയിൽ ഇളനീരൊളിപ്പിച്ച് കദളിലൊരു മുലക്കൂമ്പു കൊണ്ടൊന്നല്ല പത്തല്ല മണ്ണിന്റെ ഉണ്ണികളെയൊക്കെ അമൃതൂട്ടുവാൻ പട്ടിന്റെ പോളകൾ തെറുത്തേറ്റി നിൽക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം. ഇങ്ങനെയാണ് സൂര്യഗീതം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ തികച്ചും സയൻസ് ആണ് ഈ പാട്ട് മൊത്തം, ഈ കവിത മൊത്തം. ഒരു സൂര്യന്റെ കർത്തവ്യം എന്താണ്, എങ്ങനെയാണ് നമുക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ കിട്ടുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ഒരു ശാസ്ത്രജ്ഞനെ പോലെ ഈ കവിതയിലൂടെ സൂര്യഗീതത്തിലൂടെ ONV നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഇടിവെട്ടി മുളപൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിന്റെ സാന്ദ്രഹരിതാപമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം. അപ്പൊ അങ്ങനെ പാടി പോവുകയാണ് ഈ കവിതയിലെ രണ്ടാമത്തെ കവിതയാണ് ഭൂമിക്ക് ഒരു ചരമഗീതം. അവിടെ അവതരിപ്പിക്കാം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന വൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന വൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതി നിഴലിൽ നീ നാളെ മരവിക്കെ ഉയരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ആരുമീ ഞാൻ. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന വൃതിയിൽ നിനക്കാത്മശാന്തി. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കണ്ണാലെ കണ്ടിട്ടിരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമർക്കവേ ഏതും വിലയ്ക്കാതെ നിന്നു നീ സർവം സഹയായി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന വൃതിയിൽ നിനക്കാത്മശാന്തി. അതേ പറയുന്നു, പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ആരാ പന്തിരുകുലം പെറ്റ പറയും? ആരാ? പഞ്ചമിയല്ലേ വരരു ചെയ്യും? പഞ്ചമിയുടെ എത്ര മക്കള്? ആറാണത്ത് പ്രാന്തൻ എന്ന കവിത കേട്ടിട്ടുണ്ട് മധുസന്നാന്റെ അല്ലേ? എല്ലാ മക്കളെ കുറിച്ച് പറയുന്നുണ്ട് അതില്. ഏതല്ല ആരെല്ലാം? ചാണ്ടങ്ങൾ ചേട്ടന്റെ ഇല്ല പറമ്പിൽ ചത്തനും പാണനും പാക്കനാരും പെരുത്തച്ഛനും നായരും വള്ളുപോനും ഉപ്പ് കൊറ്റനും രജകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. എല്ലാ മക്കളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഒരുറ്റ പുത്രി കാരക്കലമ്മ, അതിൽ ഭ്രാന്തനായ ഒരാൾ, ആറാണത്ത് ഭ്രാന്തൻ. അപ്പോ ഒരാളെ കുറിച്ച് അതിൽ പറയുന്നു, പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ. ഇന്ന് ജാതികളുടെ വിദ്വേഷത്തിന്റെ ഒരു കാലമാണ്. എന്നാൽ അങ്ങനെയില്ല, എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു കാലത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഹരിത മൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർ
കാശാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് അമ്മയെ സ്നേഹിക്കേണ്ട നമ്മൾ അമ്മയെ പോലും വിറ്റു തുലക്കുന്നു എന്നാണ് കവി പറയുന്നത്. ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ചൊര ചിത്രപടകം ചുകം ചിന്തി നിന്നന്ന മേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരും രുധിരം അവർ മൊന്തി ആടിത്തിമർപ്പും തിമർപ്പുകളിലെങ്ങെങ്ങ് അത്തളയ്ക്കുന്നു മൃതി താളം. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. പുതിയ കഥകൾ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമൊരിയുന്നു. ആരത് അറിയാതെ ജനനിയെ പരിണയിച്ചത്? ഈഡിപ്പസിന്റെ കഥ എല്ലാവർക്കും അറിയും അല്ലേ? ഈഡിപ്പസിന്റെ കഥ ഗ്രീക്ക് കഥാപാത്രമായ ഈഡിപ്പസ് അമ്മയെ തന്നെ വീണ്ടും കല്യാണം കഴിക്കുക. അറിയാതെയാണ് കഴിക്കുന്നത്. എന്നിട്ട് സ്വയം അത് അറിഞ്ഞിട്ട് പിന്നീട് അറിഞ്ഞിട്ട് തന്റെ കണ്ണു കുത്തി പൊട്ടിക്കുകയാണ് ഈഡിപ്പസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അറിഞ്ഞുകൊണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമൊരിയുന്നു. വിപണികളിൽ അവ വിറ്റുമോന്തുന്നു, വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു. ആടിമുകിൽ മാല കുടി നീരു തിരയുന്നു, ആതിരകൾ കുളിരു തിരയുന്നു. ആവണികൾ ഒരു കുഞ്ഞു പൂവു തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു. സർഗലയ താളങ്ങൾ തെറ്റുന്നു, ജീവരഥ ചക്രങ്ങൾ ചാലിലുറയുന്നു. ബോധമാ നിറനിലാവൊരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി, നിന്നിൽ നിന്നുയിരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം. നമ്മുടെ പുഴകളും നമ്മുടെ കാടുകളും അതേപോലെ തന്നെ പൂക്കളും എല്ലാം നഷ്ടമായി. ഓണക്കാലം പോലും നമുക്ക് നഷ്ടമായി. ഒറ്റ നാടൻ പൂക്കളില്ല, എല്ലാം വിപണികളിൽ നിന്ന് നമ്മൾ വാങ്ങേണ്ടി വരുന്നു എന്ന് കവി നേരത്തെ പറഞ്ഞു വെക്കുന്നു. നീ എന്റെ രസനയിൽ വയമ്പും നറുത്തീനുമായി വന്ന അദ്യാനുഭൂതി, നീ എന്റെ തിരികെടും നേരത്ത് തീർത്ഥകണമായലിയുന്ന അദ്യാനുഭൂതി. അപ്പൊ അങ്ങനെ പാടിയിട്ട് കവി ഇങ്ങനെ പറയുകയാണ്, 1000 ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, 1000 കാവുകളിൽ ഊഞ്ഞാലിടുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രാവായി നീ കുറുകുന്നതും, 1000 പുഴകളുടെ ഓളങ്ങളായെന്റെ ആത്മഹർഷങ്ങൾക്കു താളം പിടിപ്പതും, പൂവാകയായി പുത്തിളങ്ങിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും, കൂമന്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും. കൂമൻ എന്ന പേര് തന്നെ പുതിയ കുട്ടികൾക്ക് അറിയില്ലേ അല്ലേ? കൂമൻ പണ്ട് നത്ത് കൂമൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ചെയ്യും, നത്ത് കാര്യം എന്തായിരിക്കും കിട്ടുന്നത്? അന്ധവിശ്വാസം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് അറിയുന്നൊക്കെ സംഭവം. 9-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ അറിയാം അല്ലേ? നരബലി നടന്നൊരു നാടായി മാറി നമ്മുടെ നാട്. കുറച്ചു കാലം മുമ്പേ 2 പേരെ കൊന്നിട്ട് രക്തങ്ങൾ വീട്ടിൽ ചുറ്റും തളിച്ചിട്ടുള്ള ഒരു നാടായി മാറി കേരളം. നമുക്ക് നമ്മുടെ അന്തസ്സുകളെല്ലാം കെട്ടുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ. എത്ര സാംസ്കാരികപരമായി ഉയർന്നു എന്ന് പറയുമ്പോഴും ഓരോ ഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലേ പിന്തുണയോടുകൂടി നമുക്കറിയാം ഏത് പാർട്ടിയാണ് പിന്തുണ കൊടുത്തിട്ടുള്ളത്. പിന്തുണയോട് കൂടിയിട്ട് അമ്പലങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനിച്ചെന്നോ മരിച്ചെന്നോ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി അത് അവരവരെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. ആരെ ആരാധിക്കണമെന്ന് അവരവരെ തീരുമാനിക്കുന്നു. അമ്പലങ്ങൾ കെട്ടുന്നു, പണമുണ്ടാക്കും. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ കൂമന്റെ മൂളലായി പേടിപ്പെടുത്തി നീ കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും, അമ്പരംഗങ്ങളിൽ കളമെഴുതുവാൻ 100 വർണ്ണങ്ങൾ ചെപ്പിലൊതുക്കി വയ്ക്കുന്നതും,
സായന്തനങ്ങളെ സ്വർണമാക്കുന്നതും സന്ധ്യയെടുത്തു നീ കാട്ടിൽ മറയുന്നതും പിന്നെയൊരു ഉഷസ്സിനെ തോളിലേറ്റുന്നതും എന്നെയും ഉണർത്തുവാൻ എന്നെ അമൃതൂട്ടുവാൻ കദളിവന ഹൃദയ നീടത്തിൽ ഒരു വിളിമുട്ട അടവെച്ചു കവിതയായി നീ വിരിപ്പതും ജലകണിക പോലവേ തരളമെൻ വാഴ്വിനൊരു നളിനതലമായി നീ താങ്ങായി നിൽപ്പതും അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എന്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. അപ്പൊ അങ്ങനെ പാടിപ്പോയിട്ട് ഇവിടെ ഒരു പാടുകയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ പ്രതിശാന്തി ഗീതം, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നിൻമുഖത്തു ബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതു മാത്രം ഇവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന ഹൃതിയിൽ നിനക്കാത്മശാന്തി, നിന്നാസന്ന ഹൃതിയിൽ നിനക്കാത്മശാന്തി. ഇങ്ങനെ കവി പാടി പണ്ടേ ഭൂമിക്ക് വേണ്ടി ഒരു ചരമഗീതം എഴുതി വെക്കുകയാണ്. വരും കാലഘട്ടത്തിൽ നമുക്കറിയാം വയനാട് നടന്നിട്ടുള്ള ദുരന്തം ആരുണ്ടാക്കി വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയെ കൊന്നുകൊണ്ടേയിരിക്കുന്നത്, അല്ലെ? കേരളത്തിലെ ഹൈവേ 4 വരി പാത വരുമ്പോഴേക്കും കേരളത്തിൽ എത്ര കുന്നുണ്ടാവും നമുക്കറിയാം. നമ്മൾ തന്നെയാണ് നമ്മുടെ വിപത്ത് ഉണ്ടാക്കി വെക്കുന്നതെന്നും അതേപോലെ തന്നെ കവളപ്പാറയും ചൂരന്മലയൊക്കെ ഇല്ലാതാവുന്നതും നമ്മുടെ വിനാശത്തിന് നാം തന്നെ കാരണമായി തീരുന്നു എന്നും കവി നേരത്തെ എഴുതി വെച്ചിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിനക്ക് ഞാൻ നേരത്തെ ശാന്തി നേരുകയാണ് എന്ന് ഇനിയും മരിക്കാത്ത ഭൂമിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. തൊട്ടടുത്ത കവിതയാണ് കോതമ്പ് മണികൾ എന്ന് പറയുന്ന കവിത, 3ാമത്തെ കവിത. ഇത് ഏകദേശം എല്ലാവർക്കും അറിയാം. രാജസ്ഥാനിലെ ഒരു ദളിത് പെൺകുട്ടിയുടെ കഥ അവതരിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ ONV ചെയ്യുന്നത്. കോതമ്പ് പാടത്ത് പണിയെടുക്കുന്ന ദളിത് പെൺകുട്ടി, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കവിതയാണ്. കവി പാടുകയാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു, കോതമ്പക്കതിരിന്റെ നിറമാണ്. ഏതാ നിറം? സ്വർണത്തിന്റെ നിറം. കോതമ്പക്കതിരിന്റെ നിറമാണ്, പേടിച്ച പേടമാൻ കിഴിയാണ്, കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല, ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്, ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ്, കോതമ്പു പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്, കത്തും വരളി പോൽ ചുട്ടുപഴുത്തൊര കുഗ്രാമഭൂവിൻ കുളിരാണ്, ആരെയോ പ്രാഗി മടുക്കുമോരമ്മയ്ക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്, ആരാന്റെ കല്ലിൽ മേലാകി അഴിയുന്നൊരച്ഛന്റെ ആശതൻ കൂട്ടാണ്, താഴെയുള്ളിത്തിരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്. ചന്ദനത്തിനെ കെടുക്കുന്നുണ്ട്, ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട്. അത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്വാസം മുട്ടും പോലെ കേട്ടു. ആരെയോ പ്രാഗി മടുക്കുമോരമ്മയ്ക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്, പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നെ, കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു വയർ നിറച്ചാഹാരം, കല്ലുമണിവാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം, തൊട്ടയലത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീ എടുത്തു തിന്നു, ചൂരൽ പഴത്തിന്റെ കയ്പുനീരും കണ്ണുനീരും അതിനത്ര മുന്തിയില്ല, പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലത് പിഞ്ചിലെ നുള്ളിയെറിയുന്നു, കൊയ്ത്തു കഴിഞ്ഞൊരാ കോതമ്പു പാടത്ത് കുറ്റികൾ കത്തിക്കരിയുമ്പോൾ
ഒറ്റയ്ക്കിരുന്നു നീ തുച്ഛമാ സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു. ഞെട്ടുന്നില്ലുള്ള നടുങ്ങുന്നില്ല, നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കവി ഇങ്ങനെ പറയാണ്, ഏതൊരു പെണ്ണിനായാലും ഏതൊരു പെൺകുട്ടിയായാലും ജനിച്ച വീട്ടിൽ നിന്ന് മാറിപ്പോകേണ്ടവളാണ്. നിശ്ചിത പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ചവള് പോവേണ്ടതാണ്. ഞാറാണെങ്കിൽ പറിച്ചു നട്ടിടണം, ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ. പെറ്റു വളർന്നു കുടി വിട്ട പെണ്ണിന് മറ്റൊരിടത്ത് കുടിവയ്പ്. വയലിനുമപ്പുറത്തേതോ സ്വയംവരപ്പുകിലിനു മേലാളെ പോകുമ്പോൾ വെറുതെ നിലവുകൾ വന്നുപോയി, വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ. കുറുകുഴൽ പാട്ടുണ്ട്, താളമുണ്ട്, കുതിരപ്പുറത്തു മണാളനുണ്ട്. പൊന്നിൻ തലപ്പാവ് പാപ്പാക്ക് പയ്യന്, മിന്നുന്ന കുപ്പായ പത്രാസ്. മുല്ലപ്പൂ കോർത്തോരിഴകളല്ലോ മുഖമാകെ മൂടിക്കിടപ്പുണ്ട്. കുറേയേറെ ആളുകൾ കൂടെയുണ്ടത്രയോ, കുറിയിലെ കാഴ്ച നീ കണ്ടൂലോ. കുതിരപ്പുറത്തിരുന്നാടിയാടി പുതുമണവാളന പൊക്ക് പോകെ, തിക്കിത്തിരക്കി വഴിയരികിൽ പണ്ട് നിൽക്കുവാൻ ഉത്സാഹമായിരുന്നു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കല്യാണമൊന്നും ആലോചിക്കാൻ വേണ്ടി കഴിയുകയില്ല. ഇന്നത്തെ കാലഘട്ടമല്ല. നമുക്കറിയാം, ഇവിടുത്തെ ഒരു സാധാരണക്കാരന് കല്യാണം കൂട്ടണമെങ്കിൽ അത്ര പൈസ വേണമെന്നറിയാം. എന്നിട്ടും നമ്മൾ ആർഭാടത്തിന്റെ വഴിയിലാണ് അല്ലേ. ബിരിയാണി എന്ന നോവൽ എഴുതിയിട്ടുണ്ട് സന്തോഷ് ചേച്ചിക്കാണ്. അതേപോലെ തന്നെ കൊമാല എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, എന്തോ വാങ്ങിക്കൂട്ടാം, അവസാനം ജപ്തിയിലേക്ക് പോകുന്നതും ഒക്കെയുള്ള നോവലുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സാധാരണക്കാരനായ പെൺകുട്ടിക്ക് കല്യാണ സ്വപ്നം കാണാൻ പോലും കഴിയില്ല. അതുകൊണ്ട് നിന്റെ നേരെ അറിയുന്നു ഞാൻ പാടുന്നു എന്നാണ് കവി പറയുന്നത്. എനിക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ നിന്നെ കുറിച്ച് പാടുകയാണ്. നിന്നെ വധുവായി അലങ്കരിക്കാൻ ഇന്ന് പൊന്നില്ല പൂവില്ല ഒന്നുമില്ല. മെയ്യെഴുതിച്ചു മൈലാഞ്ചി ചാർത്തി ചുറ്റും കൈകൊട്ടി പാടാൻ ആരുമില്ല. വെള്ളക്കുതിരപ്പുറത്തു വന്നെത്തുവാൻ ഇല്ലൊരാൾ കൊട്ടും കുഴലുമില്ല. കൊക്കിയിലൊതുങ്ങാത്ത ഭാഗ്യങ്ങളൊന്നുമേ കൊത്തി വിഴുങ്ങാൻ കൊതിയുമില്ല. അങ്ങനെ പാടിയിട്ട് കവി ഒടുവിലെ പറയാണ്, പേടിച്ചരണ്ട നിൻ കണ്ണുകൾ രാപ്പകൽ തേടുന്നതാരെന്നറിവൂ ഞാൻ. മാരനെയല്ല മണാളനെയല്ല നിൻ മാനം കാക്കുമോരങ്ങളെ. കുതിരപ്പുറത്തു തന്നുടവാളുമായവൻ കുതികുതിച്ചെത്തുന്നതെന്നാവോ. ഉത്തരേന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ദളിതരായ പെൺകുട്ടികളെ പോലും അല്ലെ മാനഭംഗത്തിന് ഇടയാക്കിയിട്ട് കൊന്നുകളയുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. കവി നേരത്തെ പറഞ്ഞു വെച്ച് എങ്ങനെയാണ് രാജസ്ഥാനിലെ പെൺകുട്ടിയുടെ ഒരു അവസ്ഥയും എങ്ങനെ ആ കുട്ടി ഒരു കല്യാണം പോലും നടക്കാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് കവി പറഞ്ഞു വെക്കുന്നു. അടുത്ത കവിതയാണ് പുരാവർത്തം എന്ന് പറയുന്നത്. എല്ലാം വായിക്കുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ മണ്ണിൽ 6ാം സിംഫണി, അതേപോലെ തന്നെ കുഞ്ഞേടത്തി അറിയാത്ത ആരുണ്ടാവില്ല. ഒരു കാലഘട്ടത്തില് കാസറ്റുകളുടെ കാലഘട്ടത്തിൽ തന്നെ എല്ലാ ആളുകളും പാടി നടന്ന ONV തന്നെയാണ് പാടി നടന്നിട്ടുള്ള കവിതയാണ് കുഞ്ഞേടത്തി. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും. ഈറൻ മുടിയിലെള്ള മണം ചില നേരമാ തുമ്പത്തൊരു പൂവും. കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ. മടിയിലിരുത്തിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നെന്നുമേറെ ഇഷ്ടം. ഉണ്ണിക്കെന്തിനുമേതിനും
കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ. കണ്ണിൽ കണ്ടതും കത്തിരിക്കയും ഇന്നെന്താണെന്നുണ്ണി ചോദിക്കേ. കുഞ്ഞേടത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കൽബുധമാഹ്ലാദം. കുഞ്ഞോരോ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനെ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്? എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിപ്പാൻ? ചെറിയ കുട്ടികൾക്കുള്ള ഒരു സ്വഭാവം എന്താ? എന്ത് കണ്ടാലും സംശയം ചോദിക്കുക. നമ്മളെന്തെങ്കിലും സംശയം ചോദിച്ചാൽ അല്ലെ, ബസ്സിലെല്ലാം പോകുമ്പോൾ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. നമ്മളെന്ത് ചെയ്യും? കുട്ടിയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കും. എന്നാൽ ഈ കുഞ്ഞേടത്തി അങ്ങനെയല്ല. ഏത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞേടത്തെ. പക്ഷെ ആ കുഞ്ഞേടത്തെ അവസാനം എന്ത് സംഭവിക്കുന്നൊന്നുമില്ല. എന്തിനെ തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിപ്പാൻ? അണ്ണാറ കണ്ണൻ മണ്ണു ചുമന്നതും കുഞ്ഞിത്തത്ത പയറു വറുത്തതും ആയർ പെണ്ണിന്റെ പാൽക്കുടം തൂവിയോരായിരം തുമ്പപ്പൂ മണ്ണിൽ ഉതിർത്തതും പാവം തെച്ചിക്ക് ചെങ്കണ്ണായതും പൂവം കുലച്ചതിൽ പൂന്തേൻ ഉറഞ്ഞതും കള്ളനെ പോലെ പതുങ്ങി കടന്നവനുള്ളതു വല്ലതും വാരിക്കഴിച്ചു പോം. രണ്ടാമത്തേട്ടനെ കണ്ടെന്നതാരോടും മിണ്ടരുതെന്നോതും കുഞ്ഞേടത്തി. ആ വരികളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കും. ഒറ്റയുടുപ്പിൽ തീയൂടുന്നു വയ്ക്കുന്നു ഒക്കെ അറിയുവാൻ ഉണ്ണി മാത്രം. ഒറ്റയ്ക്കിരുന്നു കരയുമ്പോൾ ആ കണ്ണീരൊപ്പുവാനുണ്ടൊരാൾ ഉണ്ണി മാത്രം. എന്തേ കുഞ്ഞേടത്തി ഇത്രയോർക്കാൻ? എന്തേ ഓർത്തു മിഴി നിറയ്ക്കാൻ? ഒന്നും അറിയില്ലേ ഉണ്ണിക്കെങ്കിലും ഒന്നറിയാം പാവം കുഞ്ഞേടത്തി. അക്കൈ മുറുകെ പിടിച്ചുകൊണ്ടേ പുഴ വക്കത്തു ചെന്നങ്ങു നിൽക്കുമ്പോൾ ഒന്നാ പുഴയിൽ ഇറങ്ങി കുളിക്കുവാൻ ഉണ്ണിക്കു പൂതി വളരുന്നു. അരുതരുതെന്നു വിലക്കുകയല്ലാതെ ഉരിയാടിയിലൊന്നും കുഞ്ഞേടത്തി. എന്നാലൊരു രാത്രി ഉണ്ണിയും അച്ഛനും ഒന്നും അറിയാതുറങ്ങുമ്പോൾ എന്തിനാ പുഴയുടെ ആഴത്തിൽ കുഞ്ഞേടത്തി ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയി. ഉണ്ണിയെ കൂടാതെ കൂട്ടു വിളിക്കാതെ കുഞ്ഞേടത്തി ഇറങ്ങിപ്പോയി. അച്ഛൻ കട്ടിലിൽ ഉണരാതുറങ്ങുന്നു. മുറ്റത്താളുകൾ കൂടുന്നു. ഒന്നും അറിയാതെ ഉണ്ണി മിഴിക്കുമ്പോൾ ഒന്നുണ്ടു കാതിൽ കേൾക്കുന്നു. കുഞ്ഞേടത്തിതൻ കുഞ്ഞി വയറ്റിലൊരുണ്ണി ഉണ്ടായിരുന്നെന്നോ. ഇവിടെ പത്രവാർത്തകൾ നിത്യവും നിറയുന്ന ഒരു കാര്യം കവി മണ്ടേ പറയുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തെ കുറിച്ച് തത്വദർശിയായിട്ടുള്ള കവി മുന്നേ പറയുകയാണ്. എന്റെ പെൺകുട്ടികൾക്കും ഇന്ന് അല്ലേ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ആരെങ്കിലും വന്നു കയറുന്നു, അവൾ പിന്നീട് എന്ത് ചെയ്യുന്നു എന്ന് കവി പറഞ്ഞു വെക്കുകയാണ്. അതേപോലെ തന്നെയാണ് കൃഷ്ണപക്ഷത്തിലെ പാട്ട്. ഇതും കാസറ്റ് കവിതകളായിട്ട് ആ കാലഘട്ടത്തിൽ അറിഞ്ഞതാണ്. ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ, ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു. ഇങ്ങനെയാണ് ആ കവിത പോകുന്നത്. അതേപോലെ തന്നെ മതിലുകൾ, കാറ്റ്, കടന്നൽ, അതേപോലെ തന്നെ അവരുടെ മാവേലി എന്ന് പറയുന്ന ഒരു കവിത. അവരുടെ മാവേലി എന്ന് പറയുന്ന കവിത പ്രവാസികളെ കുറിച്ച്, ആ വീടിനെ കുറിച്ച് എഴുതിയിട്ടുള്ള, പ്രവാസികളുടെ വീടിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ആരാണ് യഥാർത്ഥത്തിൽ മാവേലി? കുടിലിലെ കന്നത്തെ കഞ്ഞിക്കായി ഉരിയരിയുപ്പും മുളകുമായി പടികടന്നെത്തുന്ന ഒരച്ഛനെ കണ്ടപ്പോൾ പറയുവാൻ തോന്നി മാവേലി വന്നു. പാവമാമയ്ക്കും തോന്നി തന്റെ മാവേലി മറ്റൊരാളല്ല തന്നെ. ഉപ്പും മുളകും അരിയും പതിവില്ലാതെ പേരിക്കുള്ള വകയുമായി ഉത്രാടനാൾ അച്ഛനെത്തിയപ്പോൾ ഉത്സവമായി മാവേലി വന്നു. പാവമാമയ്ക്കും തോന്നിയപ്പോൾ മാവേലി നമ്മൾക്ക് മറ്റാരാനോ. ഒരു പഴമ്പായിൽ ചുരുണ്ടുകൂടി കിടന്നൊടുവിൽ മാവേലി ഉറക്കമായി ചുമലിൽ പുതിയ ചുമടുമേന്തി തന്റെ കുടിലിലേക്കെത്തും മകനെ നോക്കി
പാവമാമമ്മ മിഴി തുടയ്ക്കെ വീണ്ടും മാവേലിയെ തന്നെ അള്ളി കണ്ടു. വെള്ളില പോല മുടിയുലഞ്ഞ് ചുള്ളികൾ പോലുള്ള കൈകൾ കൊണ്ട് നീട്ടിയ കാലു തിരുമ്മിക്കൊണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് വിറച്ചുകൊണ്ട് കാതിലെ വള്ളികൾ ഊഞ്ഞാലാടി കാണാത്തതെന്തിനോ കണ്ണുഴറി. പാവമാമമ്മ ഇരിക്കുന്നു തിണ്ണമേൽ മാവേലിയെ കണ്ടു കണ്ണടയ്ക്കാൻ. മണ്ണു കുഴിച്ചു കുഴിച്ചു ചെന്നാൽ എണ്ണ കിണിയുന്ന നാടുണ്ടത്രേ. അമ്മയെ പോറ്റുവാൻ മക്കളെ പോറ്റുവാൻ അങ്ങോരിടത്തു പോയി മാവേലി. ചട്ടിയിലിട്ടു വറുത്തിടുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ഈ കവിത പോകുന്നത്. ചട്ടിയിലിട്ടു വറുത്തിടുമ്പോൾ പൊട്ടിത്തെറിക്കും പയർമണി പോൽ അച്ചോടു മണ്ണിൽ ചുവടുമേറ്റി തന്റെ ചുട്ട ചുവടുകൾ വയ്ക്കയാവാം. അമ്മയ്ക്കതൊന്നും അറിയില്ലല്ലോ, അമ്മതൻ നോട്ടം പഠിക്കലല്ലോ. കണ്ണിലെ വെട്ടം മങ്ങിടുന്നു, കാതിലെ ചത്തവും ചെറുതാവുന്നു. മണ്ണിലെ പൂവിളി കേൾപ്പിലല്ലോ, സാക്ഷാൽ മണ്ണു വിളിക്കുന്നു പോരു പോരു. ഊഞ്ഞാൽ കടയെല്ലാം കാലപാശത്തിന്റെ പുരക്കുടുക്കുകൾ കണ്ണു മുന്നിൽ. എന്നിട്ടും കാത്തിരിക്കുന്നിതമ്മ എന്റെ മാവേലി വന്നിടാത്തു. ചെറിയൊരു കവിതയാണ്. അപ്പൊ അങ്ങനെ കാഞ്ചന സീത എന്ന് പറയുന്ന കവിത എഴുതുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വില, അറബിക്കഥ, ഇന്ത്യ, 3 ഗീതങ്ങൾ, ഇങ്ങനെ പോയി പിന്നീട് ഒരു ആമ്പൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ചെറിയൊരു കവിതയുണ്ട്. ഇത് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായ കവിതയാണ്. രാജാവിന്റെ ദുഃഖം. ഇങ്ങനെ 29ഓളം കവിതകൾ അടങ്ങിയതാണ് ഈ പുസ്തകം. അതേപോലെ തന്നെ പ്രകൃതിയുടെ കവിയാണെന്ന് പറയുമ്പോൾ തന്നെ കവി ഒരു തൈ നടുമ്പോൾ എന്ന് പറയുന്ന കവിതയുടെ എഴുതുന്നുണ്ട്. സുഗതകുമാരി എഴുതിയിട്ടുണ്ട് അല്ലെ? സുഗതകുമാരിയുടെ ജൂൺ 5 പാടുന്ന ഒരു കവിതയുണ്ട്, ഒരു തൈ അല്ലേ? ഏതാത് ജൂൺ 5 പാടുന്നത്? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി അല്ലെ? അങ്ങനെ ഒരു കവിതയുണ്ട്. പക്ഷെ കവി മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട് ഒരു തൈ നടുമ്പോൾ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുവിവർക്കാൻ ഒരു കുളിർ നുഴൽ തടുന്നു. പകലുറക്കത്തിനൊരു മലർവിഴി നടുന്നു, മണ്ണിനും വിണ്ണിന്റെ മാറിലെ ചാന്തു തൊട്ടഞ്ജനമിടുന്നു. ഒരു വസന്തത്തിനു വളർപന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു. അപ്പൊ അങ്ങനെ പാടിപ്പോവുകയാണ് കവി. മുമ്പേ എഴുതി വെക്കുന്നു ഒരു തൈ നട്ടാൽ എന്താണ് ഗുണമെന്ന്. അപ്പൊ അങ്ങനെ യാത്രാഗീതങ്ങൾ, ഓണപ്പാട്ടുകൾ, ആവണിപ്പാട്, ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുണ്ടായതാണ്. മുൻപ് 7ാം ക്ലാസ്സിൽ ഞാനടക്കം പഠിച്ച കവിതയാണ്. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു. പെട്ടെഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരാ പെൺമണിയെ പോൽ തെളിഞ്ഞു നിന്നു. ആയമ്മയെ കാണാൻ അക്കരെ ഇക്കരെ ആ വഴി ആരു വന്നു. ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി 1000 കിളിയൊത്തു വന്നു. കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ട് ചിലർ കുട്ടിയോടെ കൂടെ നടത്തിക്കൊണ്ട് ചുണ്ടുമുറക്കിച്ചു വന്നുകൊണ്ട് കുടുമുണ്ടുമുട്ടോളവും ഏറ്റിക്കൊണ്ട് ഉതിർമണിയൊന്നു കൊറിച്ചുകൊണ്ട് കൈകളും ഞാലായത്തിൽ വീശിക്കൊണ്ട് ഇങ്ങനെ അവണിപ്പാടം പോവുകയാണ്. അപ്പൊ അങ്ങനെ പാടിപ്പാടി അദ്ദേഹം പാഥേയം എന്ന കവിതയിൽ എത്തിച്ചേരുകയാണ്. അപ്പൊ പാഥേയം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു, നമ്മളെല്ലാം കൂടിയിരിക്കുന്നത് വേർപിരിയാൻ വേണ്ടി മാത്രമാണ്. ആ കവിത പാടാം. വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവെക്കുന്നു. കരളിലെഴുമീനങ്ങൾ ചുട്ടുനുണയുന്നു, കവിതയുടെ ലഹരി നുണയുന്നു. കൊച്ചു സുഖ ദുഃഖ മഞ്ചാടി മണികൾ ചേർത്ത് പല്ലാങ്കുഴി കളിക്കുന്നു. വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടിമറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈകിളിക്കൊക്കിൽ കിനിഞ്ഞ തേത്തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും സൗഗന്ധവും
മൗനപാത്രങ്ങളിൽ കാത്തുവെച്ച മാധുര്യവും മാറാപ്പിലുണ്ടെന്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു. കരളിലെഴുമീനങ്ങൾ ചുണ്ടുനുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. മുറതെറ്റിയെത്തുന്നു ശിശിരം, വിറകൊള്ളൂ തരുനഗ്ന ശിഖരം. ഒരു നെരിപ്പോടിന്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന കനലുകൾ കെടുന്നു. വഴിവക്കിൽ നിന്നേറ്റി വന്ന വിറകിക്കൊള്ളി മുഴുവനും എരിഞ്ഞു തീരുന്നു. ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുണു ചന്ദന തുണ്ടുവിറകും അന്ത്യമായി കണ്ണു ചിമ്മും അഗ്നിക്കു നൽകി ഞാൻ ഒന്നതിച്ചൂടേറ്റുവാങ്ങി പാടുന്നു നിന്റൊരു യാത്രയിൽ തളരുമെൻ പാഥേയമാകും ഒരു ഗാനം. ഒരു കപട ഭിക്ഷുവായി ഒടുവിലൻ ജീവനെയും ഒരു നാൾ കവർന്നു പറന്നു പോവാൻ വിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറി നിൽക്കൂ. അതിനു മുമ്പൊന്നു ഞാൻ പാടട്ടെ, അതിലെന്റെ ജീവൻ ഉരുകട്ടെ, അതിലെന്റെ മണ്ണ് കുതിരട്ടെ, പിളക്കട്ടെ, അതിനടിയിൽ ഞാൻ വീണുറങ്ങട്ടെ. അദ്ദേഹം ജ്ഞാനപീഠം വാങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഏതെങ്കിലും ഒരു തുള്ളി ഇവിടെ നിലനിൽക്കും, എൻ്റെ ജീവന്റെ തുള്ളി ഇവിടെ നിലനിൽക്കും. അദ്ദേഹം 2016 ഫെബ്രുവരി 13-ാം തീയതിയാണ് നമ്മെ വിട്ടു പോകുന്നത്. പക്ഷേ അദ്ദേഹത്തെ നമ്മളിപ്പോഴും ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ കവിതകളെ ഓർക്കുന്നു, അദ്ദേഹത്തിന്റെ നാടക ഗാനങ്ങൾ ഓർക്കുന്നു, അതേപോലെ തന്നെ സിനിമാ പാട്ടുകൾ എല്ലാവരുടെയും നാവിൻ തുമ്പിൽ ഇന്നും ഓർക്കുന്നു. അർത്ഥമുള്ള സാധാരണക്കാരൻ്റെ ഏറ്റവും ലളിതമായ ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ള കവിതകളാണ് ONVയുടെ കവിതകളെല്ലാം. അപ്പോൾ ONV കവിതകൾ വായിക്കാനും അറിയാനും നമ്മുടെ പുതിയ തലമുറയായാലും അല്ലേ എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. കവിയെ അറിയുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അധ്വാനിക്കുന്നവന്റെ പ്രകൃതിയുടെ കവിയാണ് ONV എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകാവതരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതിൽ ലീലാവതി ടീച്ചറുടെ ഒരു പഠനം എഴുതി വെച്ചിട്ടുണ്ട്. അമ്മാനിലെ കവിത അവതരിപ്പിക്കണം. അതിലെ കവിത 10 മിനിറ്റിലധികം ഉണ്ട്. അപ്പൊ ഇത് അവതരിപ്പിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഈ ചന്ദനത്തിരിന്റെ സാധനം ജീവിതത്തിൽ ഇതുവരെ ചന്ദനത്തിരി ഉപയോഗിക്കാത്തവരാണ് നമ്മളെ വീട്ടിൽ. പിന്നെ നമുക്ക് ചൊല്ലാം, നമുക്ക് വേറെ പരിപാടി വെച്ചാല് നമുക്ക് അല്ലേ അല്ല ഇപ്പൊ വേണ്ട പിന്നെന്തല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരു 10 മിനിറ്റോളം ആ കവിതയുണ്ട്. പിന്നെ നമുക്ക് പോകാനും തൃപ്തി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ കവിതയെ കുറിച്ച് ഭൂമിക്ക് ഒരു ചരമകൾ എന്ന് പറയുന്ന ഈ കവിതയിൽ അവതരിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് വേണം ചർച്ച ചെയ്യാം. ONVയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ തട്ടുന്ന രീതിയിൽ അതിൽ ONVയുടെ എല്ലാ കവിതകളും എടുത്ത് നോക്കിയാലും അറിയാം, വളരെ നമ്മുടെ മനസ്സിൻ്റെ അത് സിനിമാ ഗാനങ്ങളാവട്ടെ, നാടക ഗാനങ്ങളാവട്ടെ, കവിതയാവട്ടെ, ഏതായാലും സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള വരികളാണ് അതിലെപ്പോഴും ഉണ്ടാവുക. ഇപ്പം നമ്മളൊരു സിനിമ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ അതിലൊരു വരികൾ ഓർത്തെടുത്ത് പാടാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആവില്ല. പക്ഷെ ആ ONV കവികളുടെ മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ എന്ന് പറയുമ്പോഴേക്കും നമ്മളൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു നമ്മളുടെ ആ നോസ്റ്റാൾജിയ നമ്മുടെ ഉള്ളിലേക്കൊക്കെ നമ്മളെ ആ ഒരു പഴയ കാലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ വരികൾ അത്രത്തോളം നമ്മളിൽ ക്യാച്ച് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു ഓരോ വരികളും. അപ്പോൾ അത്ര സിനിമാ ഗാനങ്ങളൊക്കെ നമ്മളെന്നും ഓർമ്മിച്ചൊക്കെ ഇപ്പോഴൊക്കെ ഇല്ലുമിനാട്ടിയൊക്കെ നമ്മൾ കേൾക്കുന്നല്ലാണ്ട് നമുക്കൊന്നും അതിൽ ലയിക്കാനോ അതിലൊരു ആസ്വദിക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള അത് പുതിയ തലമുറ ചിലപ്പം അതിനെ എതിർത്തുനിന്ന് വരും. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പം വളരെ നല്ല രീതിയിൽ നമ്മൾ കല്യാണപ്രായമായ ഒരു പെൺകുട്ടിയെ പറിച്ചു നടന്ന ഞാറിനോട് ഉപമിക്കുന്ന ആ കാവ്യഭാവനയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെയും അപ്പുറത്താണ്. അപ്പം ONVയെ കുറിച്ച് ONVയുടെ കവിതകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കവിത ആലാപനത്തിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇതുപോലുള്ള ചർച്ചകൾ പുസ്തക ചർച്ചകളൊക്കെ
ചിലപ്പോൾ എല്ലാവർക്കും പുസ്തകം വായിക്കാൻ പറ്റുന്നവരാവണമെന്നില്ല, വായിക്കാൻ താല്പര്യമുള്ളവരാവണമെന്നില്ല. അപ്പം ഇതുപോലുള്ള കേൾവിക്കാരുടെ എണ്ണം തന്നെ നമുക്കൊരു പുസ്തകം വായിച്ചൊരു അനുഭവമാണ് ഇങ്ങനെ കേൾക്കുന്നത് തന്നെ. അപ്പം ഇങ്ങനെയുള്ള വായനശാലകൾ ഇതുപോലുള്ള ഈ പുസ്തക ചർച്ചകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് തികച്ചും അഭിനന്ദനീയം തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനം ഏറ്റെടുത്ത യുവശക്തിക്ക് എല്ലാവിധ ആശംസകളും.